വെണ്ടയ്ക്ക അത് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കീറിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ, എളുപ്പം തേങ്ങ ആയാലും മറ്റേ നമ്മുടെ സാധാരണ തേങ്ങ ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പഴയ ചീനച്ചട്ടിയാണ് ഇഷ്ടം കേട്ടോ, ഇങ്ങനെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് കരിയത്തൊന്നുമില്ല. ഇതാണ് എനിക്കൊരു വശം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത് കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്താലും നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇത് കണ്ടൊന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നല്ല മൂപ്പിച്ചെടുക്കണം. എന്നിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് അരച്ചെടുക്കണം. അതിന് മുമ്പ് കുറച്ച് കൊച്ചുള്ളി പൊളിച്ചെടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച ആ വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും. നമ്മൾ ചട്ടിയിലുണ്ടാക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ടേസ്റ്റ്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ കൊച്ചുള്ളിയും വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതിലാദ്യമേ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിലയിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ അടച്ച് വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടണം ഇത്. അതുകൊണ്ട് ഞാൻ അടച്ച് വെക്കും കേട്ടോ. അടച്ച് വെച്ചിട്ട് താണ്ട് ഇതുപോലൊരു ചെറിയൊരു ബ്രൗൺ കളറാകത്തില്ലേ, അപ്പോഴത്തേക്ക് പിഴുപുളി അത് ഞാൻ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് വീണ്ടും ഞാൻ അടച്ച് വെക്കും കേട്ടോ. എന്നിട്ട് അന്നേരം ഇച്ചിരി ഒന്ന് വേകുമല്ലോ. എല്ലാവരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല, ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. അതൊന്ന് അടച്ചു വെക്കുന്ന സമയത്ത് വേണം നമ്മളുടെ അരയ്ക്കാനുള്ള നമ്മുടെ തേങ്ങയൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് വെക്കണം. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ഇത് സെറ്റാവും കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് ആ ജാറിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതിൻ്റെ അരപ്പെല്ലാം കഴുകിയെടുക്കണം. ഇപ്പം നമ്മൾ കാണുന്ന ഈ കളറല്ല കറി വെച്ച് വരുമ്പോൾ കേട്ടോ. നല്ല എന്താ പറയേണ്ടത്, ഒരു ബ്രൗൺ കളറിലായിരിക്കും നമ്മുടെ തീയിലിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ, പാകത്തിനാണോ നോക്കിയിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒന്ന് കുറുകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കണം. ഓഫാക്കി കഴിഞ്ഞിട്ട് കരിയാപ്പിലയും ചെറിയുള്ളി ചെറുതായിട്ട് അരിയണം. പിന്നെ വറ്റൽമുളക് ഇത്ര എടുത്തിട്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണം കേട്ടോ, ഒന്ന് കരിഞ്ഞു പോകരുത്. എന്നിട്ട് അതെടുത്ത് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിക്കുക. ഇപ്പോൾ നോക്കിയാൽ നല്ല ബ്രൗൺ കളറായില്ലേ, അതെടുത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് അടച്ചാലും മതി. എന്തായാലും സാധനം ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയുക.